രണ്ടു പ്രാവശ്യം പറിച്ച ഇഷ്ടം പറിക്കാനുണ്ട്. അതെ അതെ. ഇത് കാണിക്കാടൻ. കാണിക്കാടിന്റെ പ്രത്യേകത വെച്ചാല് അത് മുഴുത്ത തിരിയാണ്. പിന്നെ കേട് വളരെ കുറവാണ്. നല്ല മണിമുഴുപ്പും കാര്യമെല്ലാം ഉണ്ട്. താമസിച്ചേ പഴുക്കുള്ളൂ. നല്ല തിരിയില്ലേ, നല്ല തിരിയാ, കുഴപ്പമൊന്നുമില്ല. ചെറിയ കരിമുണ്ട. ഇത് നിറച്ച് കായ്ക്കും. പിന്നെ താമസിച്ചേ വിളവാകുള്ളൂ. ഇപ്പൊ ഇത് മൂന്നാമത്തെ പറിക്കാണ്. മൂന്നാമത്തെ വിളവെടുപ്പാണ്. പറിച്ചാണ്. അത് കാണിക്കാടനും മഞ്ഞമുണ്ടി കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്ന അതില് രണ്ടിനുണ്ട്. അപ്പൊ മഞ്ഞമുണ്ടി തന്നെയാ. മഞ്ഞമുണ്ടി ചെറിയ കരിമുണ്ട. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കോട്ടയം ജില്ലയിലെ മരങ്കോലി വിലങ്ങുപാറ ജോണിച്ചേട്ടന്റെ കൃഷിയിടത്തിലാണ്. കുരുമുളക് കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കർഷകനാണ് ജോണിച്ചേട്ടൻ. ജോണിച്ചേട്ടാ, ഈ കൃഷിയിടത്തിൽ എന്തെല്ലാം തരത്തിലുള്ള കുരുമുളക് പൊടികളാണ്? ഇതിനകത്ത് കരിമുണ്ട, കുതിരവാലി, മഞ്ഞമുണ്ടി, ചോരമുണ്ടി, പിന്നെ പന്നൂർ 5, കാണിക്കാടൻ, ഇത്രയാണ് ഉള്ളത് ഇവിടെ. ഇത് കുരുമുളക് ചോട്ടിലൊക്കെ പറിച്ച് എല്ലാം പറിച്ച് ഇടയ്ക്കളെ പിന്നെ പഴുക്കാത്ത ഇട്ടിരുന്നതാണ്. ഓ ശരി. ഇപ്പൊ പഴുത്ത് വരുന്നുണ്ട്, കാരണം പറിച്ചത് പോകണം. അപ്പൊ ഇപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള ആദായം അല്ല നമ്മൾ കാണുന്നത്. അല്ല, 2 തവണ വിളവെടുപ്പ് നടന്ന ഒരു കുരുമുളക് കൂടിയാണ്. 3 ട്രിപ്പ് പറിച്ച. 3 ട്രിപ്പ് പറിച്ച. 3 ട്രിപ്പ് പറിച്ച. നാലാമത്തെ ഏതിനകത്ത്? ഇത് കുതിരവാലി. ഈ കൃഷിയിടത്തിൽ കൂടുതൽ കുതിരവാലിയാണോ? ആദ്യം കുതിരവാലി. ഈ കുതിരവാലിയുടെ ഒരു പ്രത്യേകത എന്താ? കുതിരവാലി എല്ലാ വർഷം തന്നെ നന്നായിട്ട് കായ ഉണ്ടാവും. പിന്നെ പറിക്കാൻ വളരെ എളുപ്പമുണ്ട്. പിന്നെ ഈ മണ്ണിൽ നല്ല പിടുത്തമാണ്. ഈ മരങ്ങളൊക്കെ എത്ര പ്രായമുള്ളതാ? ഈ വലുതൊക്കെ 6-7 വർഷമൊക്കെ ആയതാണ്. മറ്റേ ചെറുത് 2-3 വർഷമൊക്കെ ആയുള്ളൂ. പൊതുവെ രോഗബാധ കുറവ് കുതിരവാലിക്കാണോ? എല്ലാ കൊടികൾക്കും കുതിര ഉണ്ട്, രോഗം എല്ലാവർക്കും വരും. ഒരു കുതിരവാലിക്കൊടിയിൽ നിന്ന് ഇപ്പൊ 6 വർഷമായ ഒരു കുതിരവാലിക്കൊടിയിൽ നിന്ന് എന്തോ ആദായം? ഒരു 5 കിലോ മുളക് കിട്ടും. ഉണക്കമുളക് കിട്ടും. 5 കിലോ മുളക് കിട്ടും. 20 പൊക്കായ ഒരു കൊടിയിൽ നിന്ന് നല്ല കാലാവസ്ഥയ്ക്കാണെന്നുണ്ടെങ്കിൽ 5-6 ഒക്കെ കിട്ടും. കുഴപ്പമില്ല. ഇവിടെ കഴിഞ്ഞ വർഷം 7 കിലോ ഉണ്ടാവും. 7 കിലോ ഒരു കൊടിയെന്ന്. ഞങ്ങൾ പലതിന്റെ അന്ന് ഉണ്ടായത് പകുതി ഒഴിഞ്ഞു പോയി. വിളവെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കാണിച്ച കുതിരവാലിയുടെ ഒരു പ്രത്യേകത ചെറിയാക്ക് അല്ലേ? ഇതാ. ഓ തിരികളൊന്ന് കാണിച്ചു. ഇതാ എന്താ ഇതിന്റെ പ്രത്യേകത? നല്ല നീളമുള്ള തിരികളല്ലേ? നീളമുള്ള തിരികളാ. മണികളും നല്ല പഴുത്ത് കിട്ടിയാൽ നല്ല മുതലായിട്ട് കിട്ടും. ഇതിപ്പോ അവസാനമായി നല്ലതൊക്കെ പോയി. ഇതിപ്പോ എത്ര അകലത്തിലാണ് കുരുമുളക്? ഇതൊരു 10 അടിയാണ് കൊടിയുള്ള അകലം. ലൈൻ തമ്മില് 15-ഉം 20 ഒക്കെ ഉണ്ട് ചില സ്ഥലത്ത്. എത്ര കുരുമുളക് കൊടികളുണ്ട്? ഇത് 1400 ഉണ്ട് താഴത്തെ കൂടി മൊത്തം. ഒരുപക്ഷെ ഈ മരങ്കോലിയിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ചെയ്യുന്ന ഒരു കർഷകനാണ്. മരങ്കോലി മാത്രമല്ല, ഇവിടെ അടുത്ത പ്രദേശത്ത് ഇല്ല. കുമരകം കാർഷിക ഗവേഷണത്തിന്റെ കീഴിൽ ഇത്രയും നല്ല തോട്ടമില്ലെന്നാണ് അവർ പറയുന്നത്. അവര് വരാറുണ്ട്. അവര് വന്നിട്ടുള്ള ഉപദേശങ്ങൾ വരാറുണ്ട്. അവര് വന്ന് ചില ഉപദേശങ്ങൾ പറയും. ആദ്യകാലത്ത് അവിടെ ഒരു നല്ല ലേഡി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വന്നാൽ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഇവിടെ കൊന്നയിലും കുരുമുളക് വളർത്തിയിട്ടുണ്ട് അല്ലേ? ചീമക്കൊന്നല്ല, അതൊന്നും സുരക്ഷിതമല്ല. ഇപ്പൊ ഈ കാണുന്ന വലിയ കൊടികളൊക്കെ അതൊക്കെ അത് പൊങ്ങല്യം. ഇത് പ്ലാവ്, മഹാഗണി ഇടയ്ക്കിടപ്പുണ്ട്. ഇവിടെ അധികം പൊങ്ങല്യമാണ്. പ്ലാവൊക്കെ പിന്നെ വെച്ചതാണ്. ഇത് കൊടിയിടാൻ പ്ലാൻ ചെയ്ത് വെച്ചല്ലത്, വെറുതെ പൊങ്ങല്യം വെച്ചതാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ കുരുമുളക് തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതെ, ഏകദേശം അതെ. വളപ്രയോഗം ചാണപ്പൊടി, പിന്നെ വേപ്പിണ്ണാക്ക്, മരവെട്ടി പിണ്ണാക്ക്, പിന്നെ രാസവളങ്ങൾ 10-26 കലക്കി ഒഴിക്കുക. രോഗബാധ ഉണ്ടോ? രോഗബാധ ഉണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്ര എണ്ണം ഒഴുകുമ്പോൾ കുറച്ചൊക്കെ ഇതായിരിക്കും പറ്റും. രോഗബാധ വന്നാൽ എന്താ ചെയ്യുന്നത്? അതടുത്ത് മാറുമെന്നുള്ള വേറെ മാർഗമൊന്നുമില്ല. ഈ സാധനം അത് മഞ്ഞമുണ്ടിയായിരുന്നു. അത് പൊക്കോട്ടെ വിചാരിച്ചു. അതിന്റെ പുറകെ നടക്കണില്ല.
മഞ്ഞ തടസ്സം തന്നെ മാറി. അതെ അതെ. ജലസേന സൗകര്യം ഉണ്ടോ? പിന്നെ ഒരു ടാങ്കിനകത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നു. താഴത്ത് നമ്മൾ കയറുന്നില്ലേ, അവിടെ കുളം. ആ പാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി കുളം കണ്ടില്ലേ, ആ കുളം ഞാൻ മേടിച്ചാണ്. അവിടെ നിന്നാണ് ഇപ്പൊ മോട്ടോർ വെച്ച് വെള്ളം നിറച്ചോണ്ടിരിക്കുക. ടാങ്കി വെള്ളം വന്നിരിക്കുക. ഇല്ല, തൊഴി തന്നെ താഴത്തേക്ക്. ഞാൻ ഇവിടെ തോന്നുന്നുണ്ടോ ഇറങ്ങി പ്രേമം പോകണ്ട. ഇവിടെ തോന്നിട്ട് വെള്ളം പോകും. നടന്നില്ല, നടന്നു കഴിയുമ്പോൾ തുറക്കാന്ന് വിചാരിച്ചു. അത് ജനുവരി മുതൽ ഒരു ഏപ്രിൽ അവസാനം വരെ അത് നടന്നില്ല. വന്നോണ്ടിരിക്കുക. തൊഴിലാളികൾ എവിടെയുള്ളവരാ? രണ്ടുപേര് ബംഗാളിയാണ്, ഒരാള് നമ്മുടെ അയൽവക്കാരനാണ്, ഒരു ലേഡി ഉണ്ട്. അവിടെ ഉണ്ട് താഴത്ത് തോന്നുന്നു. അതെ, അവിടെ പോകുന്നു. ജോണിച്ചേട്ടൻ കോട്ടയം ജില്ലയിലെ ഒരു മാതൃകാ കുരുമുളക് കർഷകനാണ്. അങ്ങയുടെ ഒരു അഭിപ്രായത്തില് ഏത് ദിനം താങ്ങുമരമാണ് നല്ലത്? മഹാഗണി, പയ്യാനി, പിന്നെ ഈ കലയം എന്ന് പറയുന്ന മരമുണ്ട്, അതൊക്കെ നല്ലതാണ്. പ്ലാവിന്റെ പ്രശ്നം വെച്ചാൽ പ്ലാവിന്റെ ചുവട്ട് കേട് വരുന്നു. ഞാനത് കേട് കാണിച്ചു തരാം. ഈ മരത്തിന്റെ ചുവട് നോക്കി, എന്റെ ചുവട് നോക്കി, ഇത് 2 വർഷം കഴിഞ്ഞ് പോവും. ഞാനിപ്പോ അതിന് പുറമെ മഹാഗണിയുടെ തൈ ഞാൻ ഇവിടെ ഇടയ്ക്ക് വെച്ചാണ് മഹാഗണിയൊക്കെ പറിച്ചു കാണും. രോഗ കാണുന്നുണ്ട്, താഴെ ഉണങ്ങി പോയിട്ടുണ്ട്. പൊങ്ങല് ഉണങ്ങിക്കണ്ടോ, ഇത്രയും മണ്ണുള്ള പൊങ്ങല് 10,000 രൂപയാണ്. അതാണ് ഉണങ്ങിപ്പോയി. അപ്പുറത്ത് നിൽക്കണം. മഹാഗണി ആണ്. മഹാഗണിയും പയ്യാനി, പിന്നെ ഈ കലയം, അങ്ങനെയുള്ള മരങ്ങളാണ് നല്ലത്. വളം എങ്ങനെയാണ് അങ്ങ് പ്രയോഗിക്കുന്നത്? കലക്കൊഴിക്കുക? കലക്കൊഴിക്കുക, അധികം കലക്കൊഴിക്കുകയാണ്. വർഷത്തിൽ എത്ര വളപ്രയോഗം? അത് 2-3 ഒക്കെ ഉണ്ടാവും. മിക്കവാറും ഒക്കെ 3. അത് ഈ ചാണകമൊക്കെ ഉൾപ്പെടെയാ. രാസവളം ശകലം കലക്കി ഒഴിക്കുള്ളൂ, ഒത്തിരിയൊന്നുമില്ല. നമ്മൾ ഈ 4 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് ഒരു 3-4 കിലോ 10-26 കലക്കിയിട്ട് അങ്ങ് ഒഴിക്കും. അങ്ങനെ അങ്ങ് തുറന്നു വിടും. അപ്പൊ തുറന്നു വിടുമ്പോൾ കുറേയേറെ ഭാഗത്തേക്ക് അങ്ങ് പോയിക്കോളും. അത്രേ ഉള്ളൂ. അതിപ്പം ബുദ്ധിമുട്ട് തുടങ്ങി. അങ്ങനെ നേരത്തെ ദൂരമായിരുന്നു. ഇപ്പോ വർഷങ്ങളായിട്ട് തന്നെ കുരുമുളക് കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കുരുമുളക് കൃഷിക്ക് ഒരുപാട് മേന്മകളുണ്ട്. മാത്രമല്ല സാമ്പത്തികമായിട്ട് നമ്മെ പിടിച്ചു നിർത്താനായിട്ട് കഴിയും, തിരക്കേടില്ലാത്ത വിലയുമുണ്ട്. പക്ഷേ സമീപകാലത്തായിട്ട് രോഗബാധകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങയുടെ ഒരു അഭിപ്രായത്തില് എത്തരത്തിലുള്ള രോഗങ്ങളാണ് ഇപ്പൊ കുരുമുളക് ചെടിയെ ബാധിക്കുന്നത്? ഈ മഞ്ഞളിപ്പം ദ്രുതപാഠമാണ് കൊടിക്കുന്ന മെയിൻ രോഗങ്ങൾ. വേറെ ഒന്നും സാരമില്ല, ദ്രുതപാഠമാണ് പ്രശ്നം. അതായത് നിറച്ച് കായുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് അത് ഓർക്കാപ്പുറത്ത് എല്ലാം കൂടെ താഴെ പോകും. അങ്ങ് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉത്പാദിപ്പിച്ച വർഷം ഏതാ? 23 അല്ലേ? 23. എന്തോരം കുരുമുളക് ഉത്പാദിപ്പിച്ചു അന്ന്? എത്രയാന്ന് വെച്ചാല് 1625 കിലോ. 1625 കിലോ ഉണക്കമുളക്, 10,86,000 രൂപ മുളക്. എല്ലാം കണക്ക് കുറിച്ചാണ്. അന്ന് വില ഇത്രയില്ലായിരുന്നു. അല്ല, വലിയ കുഴപ്പമില്ല. അന്ന് 670 മറ്റേ കൊടുത്തു. വലിയ വ്യത്യാസമൊന്നുമില്ല, 5 രൂപ 10 വ്യത്യാസമേ ഉള്ളൂ. മഹാഗണിയുടെ ശിഖരങ്ങൾ എങ്ങനെയാണ് നമ്മൾ കോതി എടുത്തത്? എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മളെ ഏണി ചാരിയ വളയാത്ത അവസ്ഥ തന്നെ കട്ട് ചെയ്യും. ഇപ്പൊ ഇതിന്റെ ശേഖരം ഞങ്ങൾ മഴക്കാലായി കഴിയുമ്പോൾ നിലത്തുനിന്ന് വാളുകൊണ്ട് കട്ട് ചെയ്യും. ഒരെണ്ണത്തിന് തന്നെ കയറ്റി വിടും. ഇതിലൊക്കെ വാളിൽ കട്ട് ചെയ്യാം. ഞാൻ നിലത്ത് നിന്നുകൊണ്ട് കട്ട് ചെയ്യും. പ്ലാവല്ല, പ്ലാവ് ഒത്തിരി പ്ലാവുണ്ട്. പ്ലാവിന്റെ ഇവിടെ കേടുണ്ടല്ലേ? പിന്നെ അത് ഞാൻ നേരെ താഴെ വരെ കാണിച്ചത് ഇഷ്ടം പോലെ. പ്ലാവിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ ചവറ്, ഇത്രയും ചവറല്ലേ, ഇത് വലിയ വിഷയമാണ്.